രാഷ്ട്രീയത്തിലും സാംസ്കാരിക രംഗത്തും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് മലയാള സിനിമയിലെ പ്രമുഖ താരങ്ങൾക്ക് ലഭിക്കുന്ന ഇരട്ട നീതി. ഒരു വശത്ത് മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിക്കുമ്പോൾ മറുവശത്ത് മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം റെയ്ഡ് നടത്തുന്നതും ഒരേ സമയം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര വാഹനങ്ങൾ വ്യാജരേഖകളിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസിലാണ് ഇഡിയുടെ അന്വേഷണം. ഈ കേസിൽ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും നടൻ പൃഥ്വിരാജ് സുകുമാരന്റെയും പേരുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഈ റെയ്ഡിന്റെ സമയവും പിന്നാമ്പുറവും നോക്കുമ്പോൾ ഇത് വെറും സാമ്പത്തിക അന്വേഷണമായി മാത്രമേ കാണാനാകൂ എന്ന് ഉറപ്പില്ല. ദുൽഖർ കോടതിയെ സമീപിച്ചതിന് പിന്നാലെ തന്നെ റെയ്ഡ് നടന്നു എന്നത് ശ്രദ്ധേയമാണ്. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കണം എന്നത് ശരിയാണ്. എന്നാൽ അന്വേഷണം നടത്തുമ്പോൾ തിരഞ്ഞെടുക്കുന്ന ലക്ഷ്യങ്ങൾ രാഷ്ട്രീയപരമായ അടവുകളായി തോന്നുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. മമ്മൂട്ടി ഇടതുപക്ഷ ചാനലായ കൈരളി ടിവിയുടെ ചെയർമാനാണ്. ഇടതുപക്ഷ ആശയങ്ങളോട് അടുപ്പമുള്ള വ്യക്തിത്വമായതിനാൽ അദ്ദേഹത്തിനെതിരായ നീക്കങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളതാണോ എന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം മോഹൻലാലിന് ലഭിച്ച ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിന്റെ കലാജീവിതത്തിന് ലഭിച്ച അംഗീകാരമാണെങ്കിലും കേണൽ പദവിയും കേന്ദ്ര സർക്കാരുമായി പുലർത്തുന്ന സൗഹൃദ ബന്ധവും ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സർക്കാരിനെ വിമർശിക്കാത്തവർക്ക് ലഭിക്കുന്ന അംഗീകാരങ്ങൾ ചിന്തിക്കേണ്ടത് തന്നെയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. നടൻ പൃഥ്വിരാജും ഈ ആക്രമണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മോഹൻലാലിനെ നായകനാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത L2 എമ്പുരാൻ എന്ന സിനിമയെ ഹിന്ദു വിരുദ്ധമെന്ന് ആരോപിച്ച് BJP അനുകൂലികൾ എതിർത്തിരുന്നു. ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് കാണിച്ച് വളരെ രൂക്ഷമായ തരത്തിലാണ് സംഘപരിവാർ ശക്തികൾ ആ സിനിമയെ കടന്നാക്രമിച്ചത്. ദ കേരള സ്റ്റോറി പോലെയുള്ള സിനിമകൾക്ക് സർക്കാർ നൽകുന്ന പ്രോത്സാഹനവും ദേശീയ അവാർഡുകളും കാണുമ്പോൾ ആരെ പ്രോത്സാഹിപ്പിക്കണം, ആരെ ശിക്ഷിക്കണം എന്നതിനെ കുറിച്ച് കേന്ദ്രത്തിന് വ്യക്തമായ രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നത് വ്യക്തമാകും. സർക്കാരിന്റെ നിലപാടിനനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് പുരസ്കാരങ്ങളും പദവികളും ലഭിക്കുന്നത്. അതേസമയം വിമർശന സ്വരങ്ങളെയും സ്വതന്ത്ര ചിന്തകളെയും ചെറുക്കാൻ ED, CBI പോലെയുള്ള ഏജൻസികൾ ആയുധങ്ങളായി ഉപയോഗിക്കുന്നു. മമ്മൂട്ടിയും പൃഥ്വിരാജും നേരിടുന്ന അവസ്ഥ കലയും രാഷ്ട്രീയവും വേർതിരിച്ച് കാണാൻ ഭരണകൂടം തയ്യാറല്ല എന്നതിന് തെളിവാണ്. ഭിന്ന അഭിപ്രായങ്ങളെ സഹിക്കാത്ത ഒരു ഭരണകൂടം കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തെയും കലയുടെ സ്വതന്ത്രമായ സൃഷ്ടിജന്യ ശക്തിയെയും ഭീഷണിപ്പെടുത്തുന്നതാണ്. മോഹൻലാലിന് ലഭിച്ച അംഗീകാരവും മമ്മൂട്ടിയുടെ വീട്ടിൽ നടന്ന ED റെയ്ഡും ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഇരട്ട മുഖം കാണിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ഭരണകൂടത്തെ പ്രശംസിക്കുന്നവർക്ക് പുരസ്കാരങ്ങളും ചോദ്യം ചെയ്യുന്നവർക്ക് അന്വേഷണവും എന്നത് ഒരു വസ്തുതയാണ്. മമ്മൂട്ടിയുടെ വീടിനുള്ളിലെ റെയ്ഡ് ആ രാഷ്ട്രീയ തന്ത്രത്തിന്റെ തുടക്കമാകാമെന്ന സംശയം അതുകൊണ്ട് തന്നെയാണ് ശക്തമാകുന്നത്.